ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ എൽ പി യു പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് എല്ലാവർക്കും സഹായകരമാകുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനം എന്ന് അറിയപ്പെടും. രണ്ടാമത്തെ പ്രസ്താവന, ശബ്ദത്തിൻ്റെ രൂപം ഒന്നോ അതിലധികമോ എന്ന് കുറിക്കുന്നതാണെങ്കിൽ അത് ബഹുവചനം. മൂന്നാമത്തെ പ്രസ്താവന, ലിംഗത്തോടു കൂടിയ ബഹുവചനമാണ് അലിംഗ ബഹുവചന. അടുത്തത് നാലാമത്തെ പ്രസ്താവന, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ ബഹുവചനമാണ് സലിംഗ ബഹുവചനം. അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനം. ശബ്ദത്തിൻ്റെ രൂപം ഒന്നോ അതിലധികമോ ആണ് ഉള്ളതെങ്കിൽ അത് ബഹുവചനം. ലിംഗത്തോടു കൂടിയ ബഹുവചനത്തെ നമ്മൾ വിളിക്കുന്നത് സലിംഗ ബഹുവചനം എന്നാണ്. അപ്പോൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലിംഗ ബഹുവചനം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ തെറ്റ് ഏതാണ്? 3, 4 പ്രസ്താവനകളാണ് തെറ്റ്. ബാക്കി 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഏകവചന പ്രത്യയം ഏത്? മലയാളത്തിലെ ഏകവചനത്തിന് പ്രത്യയം ഇല്ല. ഇനി അടുത്തത്, മലയാള ഭാഷയ്ക്ക് ഇല്ലാത്ത വചനം. മലയാള ഭാഷയ്ക്കില്ലാത്ത വചനം ഏതാണ്? ദ്വിവചനം. ദ്വിവചനം ഏതിനില്ല? മലയാള ഭാഷയ്ക്ക് ഇല്ല. ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനമാണ് മലയാള ഭാഷയ്ക്ക് ഉള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ മിടുക്കന്മാർ, അമ്മമാർ, മിടുക്കർ, വേലക്കാരന്മാർ. ഇതിനകത്ത് അലിംഗം, ലിംഗം അറിയാത്തത് നമുക്കറിയാം, മിടുക്കർ അല്ലേ. മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ ആണോ പെണ്ണോ ആവാം. മറ്റേ മിടുക്കന്മാരെന്ന് പറയുന്നത് എന്താണ്? സലിംഗ ബഹുവചനമാണ്. അമ്മമാർ സലിംഗ ബഹുവചനമാണ്. വേലക്കാരന്മാർ അതും എന്താണ്? സലിംഗ ബഹുവചനമാണ്. നേരെ മറിച്ച് വേലക്കാർ എന്നായിരുന്നെങ്കിൽ അത് ഏതാണ്? അലിംഗ ബഹുവചനമാവുമായിരുന്നു. അടുത്ത് നോക്കിയേ, ബഹുവചന രൂപം അല്ലാത്തത്. മക്കൾ, കുഞ്ഞുങ്ങൾ, ആണുങ്ങൾ, പെങ്ങൾ. ഇതിനകത്ത് ബഹുവചന രൂപമല്ലാത്തത് ഏതാണ്? പെങ്ങൾ. അടുത്ത ചോദ്യം, കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? കേരളീയർ എന്ന പദം അലിംഗ ബഹുവചനത്തിലാണ് പെടുന്നത്. അടുത്ത ചോദ്യം, സലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? ഇതിനകത്ത് സലിംഗ ബഹുവചനമല്ലാത്തത് അധ്യാപകരാണ്. അമ്മമാർ, പെണ്ണുങ്ങൾ, പുരുഷന്മാർ ഇതൊക്കെ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഒരു ഉദാഹരണം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോട് കൂടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ വൈദ്യരാണ് ഇതിനകത്ത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം അല്ലാത്തത് ഏത്? അമ്മമാർ, പണിക്കർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പൂജക ബഹുവചനം അതിന് ഉദാഹരണമാണ്. അമ്മമാർ എന്ന് പറയുമ്പോൾ എന്താണ്? സലിംഗ ബഹുവചനമാണ്. അടുത്ത ചോദ്യം, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് കുട്ടികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? സലിംഗ ബഹുവചനം തന്നിരിക്കുന്നതിൽ ഏതാണ്? അധ്യാപികമാർ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അടുത്തത്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. സലിംഗ ബഹുവചനം ഏത്? അധ്യാപകൻ എന്നുള്ളത് സലിംഗ ബഹുവചനമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏവ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള ജോഡികളാണ് ഏതൊക്കെ? 2ഉം 3ഉം. താൻ, താങ്കൾ, ആർത്തൻ, ആർത്തന്മാർ. മടിയൻ എന്താണ്? മടിയന്മാർ. സ്വാമി, സ്വാമിമാർ. ചുവടെ കൊടുത്തിരിക്കുന്ന ബഹുവചന രൂപങ്ങളിൽ സലിംഗ ബഹുവചനം അല്ലാത്തത്. സലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? സ്ഥാനാർത്ഥികൾ. ബാക്കി വനിതകൾ സലിംഗമാണ്, യുവാക്കൾ
സലിംഗമാണ്, ബാലന്മാർ സലിംഗമാണ്. താഴെ തന്നിട്ടുള്ള ബഹുവചന രൂപങ്ങളിൽ നിന്ന് അലിംഗ ബഹുവചന രൂപം കണ്ടെത്തുക. അലിംഗ ബഹുവചന രൂപത്തിന് ഉദാഹരണമാണ് ജനങ്ങൾ. ഇനി നോക്കിയേ, ഇതിനകത്ത് ജനങ്ങൾ എന്നതാണ് അല്ലെങ്കിൽ 3 മാത്രമാണ് അലിംഗ ബഹുവചനം. അടുത്ത ചോദ്യം, മലയാളം എന്ന പദം വിഗ്രഹിച്ചാൽ മല പ്ലസ് ആളം. മല പ്ലസ് ആളമാണ് മലയാളം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് മെയ് 23, 2013 മലയാള കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. രാമചരിതം രചിച്ചത് ചീരാമ കവിയാണ്. മലയാള കവിതയുടെ പിതാവാരാണ്? ചീരാമ കവി. അദ്ദേഹം രചിച്ചതാണ് രാമചരിതം. അടുത്ത ചോദ്യം, മലയാള ഭാഷാ വ്യാകരണത്തിൻ്റെ കർത്താവ്. മലയാള ഭാഷാ വ്യാകരണത്തിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പദ്യമാല എന്ന് പറയുന്ന കൃതി. ജ്ഞാനം മോനം എന്നറിയപ്പെടുന്നത് വട്ടെഴുത്താണ്. ജ്ഞാനം മോനം എന്നറിയപ്പെടുന്നത് വട്ടെഴുത്ത്. മലയാള ഭാഷ ആദ്യകാല ലിപിയാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ വടക്കൻ കേരളത്തിൽ കോലെഴുത്ത് എന്നും തെക്കൻ കേരളത്തിൽ ജ്ഞാനം മോനം എന്നുമാണ് അറിയപ്പെടുന്നത്. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പുതിയ ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പുതിയ ഭാഷ മലയാളമാണ്. ദ്രാവിഡ ഭാഷകളിൽ തമിഴിനും മലയാളത്തിനും മാത്രമുള്ള വ്യഞ്ജനാക്ഷരമാണ് ഴ എന്ന് പറയുന്നത്. ദ്രാവിഡ ഭാഷകളിൽ തമിഴിനും മലയാളത്തിനും മാത്രമുള്ള വ്യഞ്ജനാക്ഷരം ഴയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് സാഹിത്യം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം പാട്ട് സാഹിത്യമാണ്. ആദ്യ പാട്ട് കൃതി രചിച്ചത് ചീരാമനാണ്. രാമചരിതം. ആദ്യത്തെ പാട്ട് കൃതി ഏതാണ്? രാമചരിതം രചിച്ചത് ചീരാമൻ. അടുത്ത ചോദ്യം, ആദ്യത്തെ മണിപ്രവാള കൃതി. ആദ്യത്തെ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. അപ്പോൾ മണിപ്രവാളം എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവും കൂടി ചേർന്നതാണ്. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തും പവിഴവും അല്ലേ? മുത്തും പവിഴവും. അപ്പോൾ ആദ്യത്തെ മണിപ്രവാള കൃതി വൈശിക തന്ത്രമാണ്. പ്രാചീന മണിപ്രവാളത്തിലെ അവസാനത്തെ കൃതിയാണ് ചന്ദ്രോത്സവം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാനത്തെ കൃതി ഏതാണ്? ചന്ദ്രോത്സവം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് കണ്ണശ കവികളാണ്. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് കണ്ണശ കവികൾ. ഇവരെ നിരണം കവികളെന്ന് വിളിക്കുന്നു. ഈ നിരണം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന് രൂപം നൽകിയവരാണ് കണ്ണശ കവികൾ. നിരണം കവിത്രയത്തിലെ അല്ലെങ്കിൽ കണ്ണശ കവിത്രയത്തിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണ്? രാമപണിക്കർ, ശങ്കരപ്പണിക്കർ, മാധവപണിക്കർ. അതിൽ രാമപണിക്കർ രചിച്ച പ്രധാനപ്പെട്ട കൃതിയാണ് കണ്ണശഭാരതം. ശങ്കരപ്പണിക്കർ രചിച്ച പ്രധാന കൃതി ഭാരതമാല. അടുത്ത ചോദ്യം, രാമായണം ചമ്പു എഴുതിയത്. രാമായണം ചമ്പു എഴുതിയത് പുനം നമ്പൂതിരിയാണ്. അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ്? പുനം നമ്പൂതിരിയാണ് കേട്ടോ. പുനം നമ്പൂതിരി. ലീലാതിലകം ഈ ഒരു കൃതി സമ്പൂർണ്ണമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ലീലാതിലകം ഈ കൃതി എന്ത് ചെയ്തു? മലയാളത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണപിഷാരടി. ലീലാതിലകം മലയാളത്തിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാനാണ്. സമ്പൂർണ്ണമായിട്ട് ആറ്റൂർ കൃഷ്ണപിഷാരടി ആണെങ്കിൽ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാനാണ്. ലീലാതിലകം എന്ന് പറയുന്നത് ശരിക്കും ഭാഷാവ്യാകരണത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ്. മണിപ്രവാള ഭാഷയുടെയും പാട്ടിൻ്റെയും ലക്ഷണം നിർദ്ദേശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം. ലീലാതിലകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ലീലാതിലകം മണിപ്രവാള ലക്ഷണം. ഈ ലീലാതിലകം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. അടുത്ത ചോദ്യം, നളചരിതം ആട്ടക്കഥയുടെ വ്യാഖ്യാനമാണ് കൈരളി. ഈ കൃതി രചിച്ചത് പന്മന രാമചന്ദ്രൻ നായരാണ്. നളചരിതം ആട്ടക്കഥയുടെ വ്യാഖ്യാനമാണ് കൈരളി എന്ന കൃതി. അത് രചിച്ചത് പന്മന രാമചന്ദ്രൻ നായരാണ്.
കാന്താര താരകം എന്ന് പറയുന്നതും നളചരിതം ആട്ടക്കഥയുടെ വ്യാഖ്യാനമാണ്. അത് രചിച്ചത് AR രാജരാജവർമ്മയാണ്. കാന്താര താരകം രചിച്ചത് AR രാജരാജവർമ്മ. അടുത്ത ചോദ്യം, ഭൂപസന്ദേശം. ഭൂപസന്ദേശം രചിച്ചത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ സന്ദേശകാവ്യമാണ് ഭൂപസന്ദേശം. അത് രചിച്ചത് സർദാർ KM പണിക്കർ. മലയാളം അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം എന്ന് ചോദിച്ചാൽ അത് ഉണ്ണുനീലി സന്ദേശമാണ്. അതിനെ മുണ്ടയ്ക്കൽ സന്ദേശം എന്നും പറയാറുണ്ട്. അടുത്തത് മയൂര സന്ദേശം. മയൂര സന്ദേശം എന്ന് പറയുന്ന സന്ദേശകാവ്യം രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അനുഗൃഹീതൻ. അനുഗൃഹീതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് അനുഗൃഹീത. അനുഗൃഹീതൻ, അനുഗൃഹീത. കവി. കവിയുടെ സ്ത്രീലിംഗ പദമാണ് കവയിത്രി. ചാക്യാർ. ചാക്യാറിൻ്റെ സ്ത്രീലിംഗ പദമാണ് ഇല്ലൊടമ്മ, ചില്ലടമ്മ. ഇല്ലൊടമ്മ, ചില്ലൊടമ്മ എന്ന് പറയുന്നത് ചാക്യാറിൻ്റെ സ്ത്രീലിംഗ പദമാണ്. അടുത്തത് നമ്പ്യാർ. നമ്പ്യാരുടെ സ്ത്രീലിംഗ പദം ഏതാണ്? നങ്ങ്യാർ. നേതാവ്. നേതാവിൻ്റെ സ്ത്രീലിംഗ പദമാണ് നേത്രി. അതുപോലെ തന്നെ മാതുലൻ. മാതുലൻ്റെ സ്ത്രീലിംഗം മാതുലാനി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. താങ്ക്